ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് സിൽക്ക് ത്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് നെക്ലസ് ഉണ്ടാക്കുക എന്നാണ് കാണിക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്ലസ്സാണിത്. നമ്മൾ ഓരോ പരിപാടിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മളെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള നെക്ലസ് ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നെക്ലസ്സാണിത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് 2 കളേഴ്സ് വേണം. അപ്പോൾ ഞാനിവിടെ ഒരു പിങ്കും വയലറ്റുമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏതും എടുക്കാം. ഇനി ഞാൻ ഈ വയലറ്റ് ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബുക്കാണ്. ബുക്കല്ല, കാർഡ്ബോർഡോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടി എടുക്കാം. ഞാനിവിടെ ഒരു കുറച്ചൊക്കെ നീളമുള്ളൊരു ബുക്കാണ് എടുത്തേക്കുന്നത്. ഇനി ആ ഒരു നൂലിൻ്റെ ആ ഒരു സൈഡ്, ആ ഒരു അറ്റം നമ്മുടെ ബുക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് നിങ്ങളൊരു ഫിംഗർ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ ആ ഒരു ബുക്കിനെ റൗണ്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു 80 റൗണ്ട്സ് റൗണ്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാനൊരു 80 റൗണ്ട്സ് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിലായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സൈഡ് നല്ലോണം മുറുക്കി പിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ അതാകെ ആകെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ആകെ ഒരു ഇതാവും. എന്നിട്ട് അതിൻ്റെ ആ ഒരു സൈഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഫാബ്രിക് ഗ്ലൂ ആണ് ഏറ്റവും നല്ലത്. അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഗ്ലൂ യൂസ് ചെയ്യാം. അപ്പം ഞാനങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ വേറെ 2 ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഒന്ന് ഡാർക്ക് പിങ്ക് ആട്ടോ. എന്നിട്ട് നമ്മൾ എന്താ പറയുക, ഒരു ബുക്കുമേ നമ്മൾ ഡ്രസ്സൊക്കെ തോരയിടുന്ന ടൈമിൽ ഇങ്ങനെ കാറ്റടിച്ചാൽ പാറി പോകാതിരിക്കാൻ വേണ്ടി ഒരു പിന്നിങ്ങനെ കുത്തിയേക്കുമല്ലോ, അത് ഞാൻ ഈ ബുക്കുമ്മ ഈ ഒരു നൂല് കൂട്ടി ഇങ്ങനെ ആ പിന്നി ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ മുടിയൊക്കെ പിന്നുന്ന പോലെ ഇതൊന്ന് പിന്നിയെടുക്കുക. നല്ലോണം ടൈറ്റാക്കിയൊക്കെ പിന്നണം, എന്നാലേ അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് പിന്നി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഞാൻ വയലറ്റും അങ്ങനെ പിന്നി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പിങ്ക് ഞാനൊന്ന് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഈ ഒരു വയലറ്റിൻ്റെ സൈഡിലൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ ഫാബ്രിക് ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ സൈഡിലൂടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ആ ഒരു പിങ്കും ഇതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഞാനിവിടെ ഭാഗം അതായത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടും സ്റ്റിക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിങ്ക് ത്രെഡ് ഞാനൊരു 10 ലെയർ ആക്കി എടുത്തിട്ടുണ്ട്. 10 ലെയർ എന്താ പറയുക, നമ്മൾ ബുക്കിൻ്റെ ചെറിയ ബുക്കുമ്പോൾ 10 ലെയർ ചുറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കുറച്ച് ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു സൈഡിലൂടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക, ചുറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് ഞാനിങ്ങനെ അടിയിലൂടെ കുറച്ച് മുത്തുകൾ ഇങ്ങനെ കോർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ ആ ഒരു ത്രെഡ് ചുറ്റിയതിന് ശേഷം ഞാൻ 2 റിങ്ങുകൾ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ത്രെഡിൻ്റെ പുറത്ത് കൂടി. അത് കാണിക്കാൻ വിട്ടുപോയതാണ്.
അങ്ങനെ ഫുള്ളും കോർത്തെടുക്കുക. ഞാനിപ്പോൾ ഫുള്ളും കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാലയുടെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ മാല ഒക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണിത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് കുളത്തും ഉണ്ടാവും. പിന്നെ ഇതേപോലെ ഒരു മുത്ത് പോലത്തെ ഒരു ഐറ്റം ഉണ്ടാവും. അത് മുകളിലേക്കും താഴേക്കും നീക്കിയാൽ നമുക്കത് ടൈറ്റ് ആക്കാനും ലൂസാക്കാനൊക്കെ പറ്റും. പിന്നെ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു എന്താ പറയുക മുത്ത കോർത്ത ആ ഒരു ഇതില്ലേ, അതിൻ്റെ രണ്ട് സൈഡിലും ഒരു ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ അതിലൂടെ ഈ ഒരു കുളത്തിട്ട് കൊടുക്കുക. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ലസിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ.